എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് ഞാൻ കൊണ്ടുവരും. എനിക്കെടുത്ത് വായിപ്പാൻ നേരമില്ല. നിങ്ങള് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം എടുത്താൽ അവിടെ കാണുന്നുണ്ട്, 5 യാഗവസ്തുക്കളെ പിളർന്നു വെച്ചിട്ട് ഒരു പുകയുന്ന തീച്ചൂള അതിന്റെ നടുവിലൂടെ കടന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു സത്യം ചെയ്തു. ആ പുകയുന്ന തീച്ചൂള ദൈവ സാന്നിധ്യമാണ്. അബ്രഹാമിനെ നടക്കുവാൻ അനുവദിച്ചില്ല. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു, ഫ്രാത്ത് നദി മുതൽ മിസ്രൈമിലൂടെ ഒഴുകുന്ന നദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തന്നിരിക്കുന്നു. 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇത് നിത്യ ഉടമ്പടിയായി തന്നിരിക്കുന്നു. എറ്റേണൽ കവനന്റ്. ആർക്കും ലംഘിക്കാൻ സാധ്യമല്ല. അബ്രഹാം പരാജയപ്പെടാം, അബ്രഹാമിന്റെ മക്കൾ പരാജയപ്പെടാം. ദൈവം പറയുന്നു, ഞാനാണ് ഉടമ്പടി ചെയ്തത്, ആ സ്ഥലം ഞാൻ തരും. ലോകരാജ്യങ്ങൾ 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി, നിങ്ങൾ അവിടെ രാജ്യം സ്ഥാപിക്കുക. എന്നാൽ ദൈവം പറഞ്ഞു, ഒരു സ്ഥലമേ ഉള്ളൂ, ആ സ്ഥലമാണ് പലസ്തീൻ. സഹോദരന്മാരെ, ഈ രാത്രിയിൽ ഞാനും നിങ്ങളും ഒരു കാര്യം ഓർക്കണം. 2600 വർഷം മുമ്പ് ദൈവം ചരിത്രത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു കാലം വരും. A time will come in history that has come in the time in which we are living. ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ അത് വന്നു. കേട്ടോ, ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ ആ ദിവസം വന്നു. ഒരു വാക്യം എസെക്കിയേലിൽ നിന്ന് വായിക്കാം. എസെക്കിയേലിൽ നിന്ന് അതിന്റെ നമ്മുടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗമാണ്. എസെക്കിയേൽ 36 എടുത്തു നോക്കുക. എസെക്കിയേൽ 36 എന്താണ് അവിടുത്തെ വിഷയം എന്ന് നാളെ ഞാൻ എടുത്തോളാം. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, നിങ്ങളൊരു പെൻസിലോ പേനയോ കയ്യിലെടുത്ത് ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. 21 പ്രാവശ്യം ദൈവം അവിടെ പറയുന്നുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഐ വിൽ ഡു, ഐ വിൽ ഡു. 21 പ്രാവശ്യം ആ ഒരു അധ്യായത്തിൽ പറയുന്നു. യഹൂദരോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന കാര്യം 21 പ്രാവശ്യം പറഞ്ഞു. ബ്രദറെ, ഒരു വാക്യം ഒന്ന് വായിച്ചേ. 24-ാം വാക്യം നോക്കിയേ. അന്ത്യകാലത്തിൽ മശിഹ വരുന്നതിന് മുമ്പ് നടക്കണം. 24-ാം വാക്യം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ആ വാക്ക് കണ്ടോ? ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടും, സകല ദേശങ്ങളിൽ നിന്നും കൂട്ടും, നിങ്ങളുടെ സ്വന്തം ദേശത്ത് കൊണ്ടുവരും. ഇന്ന് ഇസ്രയേലിൽ പാർക്കുന്ന യഹൂദൻ 130-ലധികം രാജ്യത്തു നിന്ന് വന്നവരാണ്. 130-ലധികം രാജ്യത്തു നിന്ന് വന്നവരാ. ഒരു കാര്യം എന്ന് ഓർത്ത്, ഇങ്ങനെ വല്ലതും ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഈ 130 രാജ്യത്ത് നിന്ന് അവരെ ദൈവം വീണ്ടും പറഞ്ഞ സ്ഥലത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അവരവിടെ ഒരു രാജ്യമായി തീരുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ കൃത്യത, നിശ്ചയം, സത്യം ഇത് തെളിയിക്കുകയാണ്. ഒരു കാലഘട്ടം ദൈവം പറഞ്ഞു. ആ കാലഘട്ടം ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ വന്നു. വേറൊരു വാക്യം ഞാൻ കാണിച്ചോട്ടെ. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം നോക്കിക്കേ. 31-ാം അധ്യായം അതിന്റെ 27-ഉം 28-ഉം വാക്യം. 27-ഉം 28-ഉം വാക്യം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആ വാക്ക് കണ്ടോ? വീണ്ടും പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ ദേശത്ത് മനുഷ്യരുടെയും മൃഗത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന കാലം. 1880-കളിൽ പലസ്തീന്റെ മണ്ണ് മുഴുവൻ പരിശോധിച്ചാൽ 10,000 യഹൂദന്മാരില്ലേ? 1880-കളിൽ 1897 സയനിസ്റ്റ് മൂവ്മെന്റുകാര് അന്നത്തെ കാലത്ത് $20 ദശലക്ഷം $20 മില്യൺ
അന്ന് യഹൂദനോട് പറഞ്ഞു, നിങ്ങൾ പോയി അറബികളുടെ കയ്യിൽ നിന്ന് സ്ഥലം വിലയ്ക്ക് മേടിക്കുക, ഞങ്ങൾ പണം വെറുതെ തരാം. അങ്ങനെ അറബികൾക്ക് വേണ്ടാത്ത മരുപ്രദേശം 3.5 ലക്ഷം ഏക്കർ പോയി മേടിച്ചു. നെഗവും മരുഭൂമിയൊക്കെ അങ്ങനെ മേടിച്ചതാണ്. 3.5 ലക്ഷം ഏക്കർ മേടിച്ചു. പ്രിയപ്പെട്ട സൗരന്മാരോട് പറയട്ടെ, 10,000 ആളുകൾ ഇല്ലാതെ കിടന്ന സ്ഥലത്ത് 1/4 യുദ്ധം കഴിയുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം ആളുകൾ കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് കണ്ടോ? ഞാൻ മനുഷ്യരുടെയും മൃഗത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന കാലം. ഒരു കാലത്ത് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും ജാഗരിച്ചിരുന്നു. ഇന്ന് ഞാൻ അവരെ പണിയുവാനും നടുവാനും ജാഗരിക്കും. I was watching over them to pluck them up and destroy. അവരെ പറിച്ച് മുടിച്ചു കളയുവാൻ ഞാൻ ജാഗരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവരെ പണിയുവാനും നടുവാനും ജാഗരിക്കുകയാണ്. എന്നെ സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം ഒരു കരുണയും കാണിച്ചില്ല. യഹൂദന്മാർ കരഞ്ഞു നോക്കി, അവരുടെ ആളുകളെ കൊന്നപ്പോൾ കരഞ്ഞു നോക്കി. ഹിറ്റ്ലർ മാത്രം 60 ലക്ഷത്തെ കൊന്നു. 2ാം ലോകയുദ്ധകാലം യൂറോപ്പിൽ 90 ലക്ഷം യഹൂദരുണ്ട്, അതിൽ 60 ലക്ഷത്തെ കൊന്നു. ബാക്കി ശേഷിച്ചത് 20 ലക്ഷമാണ്. 30 ലക്ഷം. അവർക്ക് എങ്ങോട്ടും പോകുവാൻ സ്ഥലമില്ലാതെ വന്നു. 2ാം ലോകയുദ്ധകാലത്ത് അവര് കിട്ടിയവ കപ്പലുകളിലും മറ്റും അവിടെ ചെന്ന് ലാൻഡ് ചെയ്തു. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ 6.25 ലക്ഷം യഹൂദൻ അവിടെ വന്നു. 6.25 ലക്ഷം യഹൂദൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവരും. വീണ്ടും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. യെരമ്യാ പ്രവചനത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ കാണിച്ചു കൊള്ളട്ടെ. ദൈവം പറഞ്ഞു 16-ാം അധ്യായം അവരോട്, 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 13-ാം വാക്യത്തിന്റെ അവസാനം, അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കയില്ല, യാതൊരു കരുണയും കാണിച്ചില്ല. അവര് കരഞ്ഞു, നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് കരഞ്ഞു. അവരുടെ കുഞ്ഞുങ്ങളെ ഹിറ്റ്ലർ 15 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. ഞാന് ഇസ്രയേലിലുള്ള ഹോളോകോസ്റ്റ് മ്യൂസിയം കണ്ടിട്ടുണ്ട്. അമേരിക്കയിലെ വാഷിംഗ്ടണിലുള്ള ഹോളോകോസ്റ്റ് മ്യൂസിയം കണ്ടിട്ടുണ്ട്. അതായത് യഹൂദനെ കൊന്നൊടുക്കിയതിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുക. ഹൃദയമുള്ളവർക്ക് കരയാതെ ഇറങ്ങി വരാൻ നിവൃത്തിയില്ല, കരഞ്ഞു പോകും. ഞാൻ അവിടെ സന്ദർശിച്ചു. അവിടെ അവരനുഭവിച്ച കഷ്ടങ്ങളൊക്കെ കാണിക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. വലിയ മ്യൂസിയമാണ്. ഇന്നും എന്റെ മനസ്സിൽ മായാത്തൊരു ചിത്രമുണ്ട്. ഒരു ജർമ്മൻ പടയാളി ഒരു യഹൂദ സ്ത്രീയെ വെടിവെക്കുന്നു. അവിടെ തലയുടെ പുറകിൽ വെടിവെക്കുമ്പോൾ ഒരു കൊച്ചു പിഞ്ചു കുഞ്ഞിനെ ആ മാതാവ് മാർവിൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവൾ വെടിയേൽക്കുമ്പോൾ അവിടെ കുഞ്ഞും മാർവിൽ അവിടെ 2 അവരോട് ദൈവം കരുണ കാണിച്ചില്ല. അവര് കരഞ്ഞില്ലേ, നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് അവർ കൊടുത്തു അതിന്റെ വില. പിന്നെ എങ്ങനെയാ ഇപ്പോൾ അവർ വന്നത്? ഒരു കാലഘട്ടം ദൈവം വെച്ചിരുന്നു അവരോട് കരുണ കാണിക്കാൻ. അങ്ങനെ വചനത്തിലുണ്ടോ? നോക്കാം. 102-ാം സങ്കീർത്തനം ഒന്നെടുത്ത്. 102-ാം സങ്കീർത്തനം ഇവിടെ നമ്മൾ വായിച്ചു. കരുണ കാണിക്കത്തില്ലെന്നാ പറഞ്ഞത്. 102-ാം സങ്കീർത്തനം നോക്കിയേ. അവിടെ വളരെ ശ്രദ്ധയോടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. 102-ാം സങ്കീർത്തനം അതിന്റെ 13-ാം വാക്യം ഒന്ന് നോക്കിയേ. 13-ാം വാക്യം, നീ എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതേ അതിന് സമയം വന്നിരിക്കുന്നു. ഞാൻ കൃപ കാണിക്കത്തില്ല എന്ന് യെരമ്യാവ് 16:13 ദൈവം പറഞ്ഞു. ഞാൻ കൃപ കാണിക്കത്തില്ല. എന്നാൽ ഇവിടെ വായിക്കുന്ന കണ്ടോ, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതേ അതിനുള്ള സമയം വന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ ഗൗരവമായി ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ഓരോ വാക്യങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഒരു കാലഘട്ടം, അവരെ മടക്കിക്കൊണ്ടിരുന്ന കാലം,
അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് കൊണ്ടുവരുന്ന കാലം ഇവിടെ വായിക്കുന്നു. അവളോട് കൃപ കാണിപ്പാനുള്ള കാലം ദൈവിക പദ്ധതിയിൽ, ചരിത്രത്തിൽ ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം വന്നത് ഞാനും നിങ്ങൾ ജീവിക്കുമ്പോഴാണെന്നുള്ളത് ഓർക്കണം. ആ ദിവസം വരുന്നത് മശിഹ മടങ്ങി വരുന്നതിന് തൊട്ട് മുമ്പാണ്. മശിഹ വന്ന് അവരുടെ കാര്യങ്ങൾ യഥാർത്ഥപ്പെടുത്തുന്നതിന് മുമ്പാണ് ഇത് നടക്കേണ്ടത്. ഞാന് വിശദമായി അതിലേക്ക് പോവുകയാണ്. പല യുദ്ധങ്ങൾ അവർ കാണും. ഭയങ്കരമായ വൈഷമ്യത്തിൽ ഇസ്രായേൽ കടന്നുപോയി 2 യഹൂദനെ കൊന്നുകളയും. അവിടെയാണ് മശിഹ രക്ഷിപ്പാൻ മടങ്ങി വരുന്നത്. നാളെ രാത്രിയിൽ ഞാൻ ആ ഭാഗങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഇവിടെ നമ്മുടെ വിഷയത്തിൽ ഒന്ന് ഒതുങ്ങി നിന്നാട്ടെ. ദൈവം കാണിച്ച കാലഘട്ടം, ദൈവം ചൂണ്ടിക്കാണിച്ച ഒരു സമയം അത് വന്നു. അടുത്തതായിട്ടൊന്ന് വായിച്ചേ. അതിന്റെ 15-ാം വാക്യം, അതിന്റെ 14-ാം വാക്യം. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. ഞാൻ ഇസ്രായേൽ ഒരു 10 പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കാണുമ്പോൾ ഏറ്റവും വികാരനിർഭരനായി കണ്ടിട്ടുള്ളത് വിലാപ മതിലിന്റെ പ്രദേശമാണ്. വിലാപ മതിലിന്റെ പ്രദേശത്ത് ഒരു ഭാഗത്ത് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഒരു തുണിയിൽ മാർവിൽ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ തലകൊണ്ട കല്ലിൽ അടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മറുഭാഗത്ത് പുരുഷന്മാർ ഈ വിലാപ മതിലിനെ ചുംബിച്ചും അവിടെ അവരുടെ നെറ്റി കൊണ്ട് അടിച്ചും കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന മശിഹ മടങ്ങി വരണം, മശിഹ മടങ്ങി വരണം, മശിഹ മടങ്ങി വരണം. അവർക്ക് ലോകത്തിന് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മശിഹ മടങ്ങി വരണം. മശിഹ മടങ്ങി വരാൻ അവർ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അവരുടെ ദേവാലയത്തിന്റെ വിലാപ മതിലിന്റെ, ഈ വിലാപ മതിലെന്ന് പറഞ്ഞാൽ ദേവാലയം നിന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു റീറ്റെയിനിങ് മോളാണ്. ദേവാലയത്തിന്റെ ഒരു ഭിത്തിയല്ല, അതിനെ താങ്ങി നിർത്തിയ ഒരു ഭാഗമാണ്. ഞാൻ അതിന്റെ അടിയിലുള്ള തുരങ്കത്തിലൂടെ പോയി. അതിന്റെ അടിയിൽ തുരങ്കമുണ്ട്. ആ തുരങ്കത്തിലൂടെ ഒരു രാത്രി ഞാൻ കയറി ചെന്നപ്പോൾ ഈ കല്ലുകള് താഴോട്ട് കാണാം. ആ കല്ലുകളുടെ അവിടെ രാത്രികളിൽ യഹൂദ സ്ത്രീകൾ, ഭക്തരായ യഹൂദ സ്ത്രീകൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ അതിവിശുദ്ധ സ്ഥലം അവർക്ക് ഏറ്റവും അടുത്തു വരുവാൻ കഴിയുന്നത് അവിടെ വരെയുള്ളൂ. അവർക്ക് അതിന്റെ അപ്പുറത്തോട്ട് പോകുവാൻ നിവൃത്തിയില്ല. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, ഒരു ഭക്തനായ യഹൂദൻ ഈ മുകളിലുള്ള ദേവാലയം നിന്ന് ടെമ്പിൾ മൗണ്ട് ഏറിയ അവര് കയറത്തില്ല. അവർ ചിന്തിക്കുന്നത് അവിടെയുള്ള ആ വിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്തിൽ അവർ അറിയാതെ ചവിട്ടും, അതുകൊണ്ട് അവർ അവിടെ കയറത്തില്ല. എന്നാൽ അവരെ ഏറ്റവും അടുത്ത് വരുന്നത് ഈ വിലാപ മതിലിന്റെ കല്ലുകളിലാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, 2000 വർഷം പെസഹോത്സവ സമയം ലോകത്തിന്റെ 4 കോണിൽ നിന്നും അവരുടെ മുഖം യെരുശലേമിനോട് തിരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, അടുത്ത വർഷം യെരുശലേമിൽ അവർക്ക് കയറുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരോട് കൃപ കാണിച്ചു. അതേ, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം. ഇംഗ്ലീഷിൽ വായിച്ചാൽ the set time to show her favor. അവളോട് കൃപ കാണിപ്പാൻ ദൈവം നിശ്ചയിച്ച കാലഘട്ടം. ഇനിയും ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇത് സംഭവിക്കുമ്പോൾ അതിന്റെ മലയാളം ബൈബിളില് 15-ാമത്തെ വാക്യം. ഇത് സംഭവിക്കുമ്പോൾ 15-ാം വാക്യം എന്ന് നോക്കിയേ. 15-ാം വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. 102-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. മതി സഹോദരന്മാരെ, സഹോദരിമാരെ, ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. യഹോവ സിയോനെ പണിയും, തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത 7 വർഷം മഹോപദ്രവം കഴിഞ്ഞ് അവൻ ഭൂമിയിൽ രാജാവായി മടങ്ങി വരുന്നതാണ് എസെക്കിയേൽ 40-ലെ വിഷയം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം
സിയോനോട് കരുണ കാണിക്കുന്ന കാലം, അവളോട് കൃപ കാണിക്കുന്ന കാലം. അതിന്റെ ദാസന്മാർ യഹൂദന്മാർ അതിന്റെ കല്ലുകളോട് താല്പര്യം തോന്നുന്ന കാലം. ഇത് സംഭവിച്ചു തുടങ്ങിയാൽ നമ്മൾ ഓർത്തതുപോലെ മശിഹ മടങ്ങി വരണം, യേശുക്രിസ്തു മടങ്ങി വരണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു എസെക്കേൽ 39 കഴിഞ്ഞാൽ 40-ാം അധ്യായത്തിൽ മശിഹ മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കുകയാണ്, യഹൂദന്റെ ദേവാലയം പണിയുകയാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നത്തെ സംഭവം, ഇന്ന് കാണുന്ന സംഭവമുണ്ടല്ലോ, അത് ദൈവസഭയുടെ പണി പൂർത്തീകരിക്കുന്നു എന്നത് കാണിക്കുകയാണ്. എല്ലാം യഥാസ്ഥാനപ്പെടണം. അപ്പോസ്തലനായ പത്രോസ് ഒരു പ്രസംഗം നടത്തി. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലോട്ടൊന്ന് തിരിയാം. ഈ പ്രസംഗം അപ്പോസ്തലനായ പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗമാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗമാണ്. ഒന്നാമത്തെ പ്രസംഗം പെന്തിക്കോസ്ത് പെരുന്നാളിൽ പ്രസംഗിച്ചു. രണ്ടാമത്തെ പ്രസംഗം ഈ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ കാണുന്നു. അവിടുത്തെ സംഭവം നമുക്കറിയാം. അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ടുവരികയാണ്. ദേവാലയത്തിന്റെ സുന്ദരമെന്ന ഗോപുരത്തെങ്കിൽ അവനെ ഇരുത്തി ഭിക്ഷയോദിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ പത്രോസും യോഹന്നാനും അതിലെ കടന്നുപോയപ്പോൾ ഈ മനുഷ്യൻ ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. അവൻ തുള്ളിച്ചാടിക്കൊണ്ട് അവരോടൊത്ത് ദേവാലയത്തിൽ പോകുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം പിന്നെ വായിക്കുന്നത്, ഇസ്രായേൽ പുരുഷന്മാർ ഇത് കണ്ടു വിസ്മയിച്ചു. 10-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. യഹൂദന്മാർ വിസ്മയിച്ചു, പരിഭ്രമം പിടിച്ചു. അയ്യോ, ഇവനല്ലായിരുന്നോ സുന്ദരമെന്ന ഗോപുരത്തിൽ ഇരുന്നവൻ? അവർ പരിഭ്രമിച്ചു. പത്രോസ് ഈ സന്ദർഭം ഉപയോഗിച്ചു. 12-ാം വാക്യം നോക്കിയേ. ഇത് കണ്ടിട്ട് പത്രോസ് ജനത്തോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? പത്രോസ് വളരെ വ്യക്തമായി സുവിശേഷം പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ 2-ാം വരവും പറഞ്ഞു. ഇനി നമുക്ക് ആ 2-ാം വരവിനെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം ഒന്ന് വായിക്കാം. അതിന്റെ 19 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിന്റെ 19 തൊട്ടുള്ള വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് വിഷയം. നമ്മൾ വായിക്കുന്നു, നിങ്ങൾ 17-ാം വാക്യം, അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു പോയി. നിങ്ങൾ ഈ കർത്താവിനെ ക്രൂശിച്ചത് അറിയായ്മ കൊണ്ടാണ്. നിങ്ങള് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, നമ്മളിവിടെ വായിക്കുന്ന കണ്ടോ, നിങ്ങൾക്ക് മുൻ നിയമിച്ചവനായപ്പെട്ട യേശുക്രിസ്തുവിനെ അവൻ അയക്കും. പത്രോസുമൊക്കെ വിശ്വസിച്ചു. അവർ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തു മടങ്ങി വരും. എന്നാൽ എപ്പം വരുമെന്ന് പറഞ്ഞു? പരിശുദ്ധാത്മാവിനാൽ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എല്ലാ ദൈവമക്കളും ഒന്ന് മനസ്സിലാക്കണേ. എപ്പം വരുമെന്നാ പറഞ്ഞത്? 21-ാം വാക്യം. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അവനെ ദൈവം മടക്കി അയക്കും. സ്വർഗം അവനെ കൈക്കൊള്ളും. എന്നുവരെ സ്വർഗം കൈക്കൊള്ളും? വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം യഥാസ്ഥാനപ്പെടണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ടൈം ഓഫ് റീസ്റ്റോറേഷൻ, യഥാസ്ഥാനത്തിന്റെ ഒരു കാലം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടൈംസ് എന്നുള്ളത് ബഹുവചനമാണ്, പ്ലൂറലാണ്. യഥാസ്ഥാനം നടക്കുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാസ്ഥാനം നടന്നു കഴിഞ്ഞാൽ സ്വർഗം അവനെ ഭൂമിയിലോട്ട് അയക്കും. വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ യഥാസ്ഥാനപ്പെടണം. യഹൂദൻ രാജ്യം കൈവശപ്പെടുത്തണം. പ്രവാചകന്മാർ പറഞ്ഞു, അവരുടെ പിതാക്കന്മാരുടെ ദേശത്തിൽ അവർ മടങ്ങി വരണം. വന്നു.
അവരുടെ ഭാഷ സഫന്യ പ്രവചനവും ജെരമ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ യെശയ്യാ പ്രവചനം 19-ലുമുണ്ട്. അവരുടെ ഭാഷ വീണ്ടും സംസാരിക്കും. നിങ്ങള് യഹൂദന്റെ ഭാഷ എബ്രായ ഭാഷയാണ്. നിങ്ങളത് ചിന്തിച്ചു നോക്കിയാൽ, അതിനെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ 2000 വർഷം കൊണ്ട് അന്യദേശത്ത് ജീവിച്ച യഹൂദൻ അവന്റെ മാതൃഭാഷ മറന്നു. നമ്മുടെ പിള്ളേര് അമേരിക്കയിലൊക്കെ പോയി ജീവിച്ചൊരു 50 വർഷം കഴിഞ്ഞാൽ ആരും മലയാളം പിന്നെ സംസാരിക്കില്ലേ? യഹൂദൻ 2000 വർഷമായി അന്യദേശത്ത് കിടക്കുകയാണ്. അവരുടെ ഭാഷ മറന്നു. എന്നാൽ ദൈവം പറഞ്ഞു, വീണ്ടും ഈ ഭാഷ സംസാരിക്കും. യഹൂദന്മാർ മരിച്ചുപോയ ഒന്ന് ഞാൻ തീർത്തു പറയട്ടെ, ലോക ചരിത്രത്തിൽ മരിച്ചുപോയ ഒറ്റ ഭാഷയെ പുനർജീവിച്ചിട്ടുള്ളൂ. ഡെഡ് ലാംഗ്വേജ് ഒരെണ്ണം മാത്രമേ പുനർജീവിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അത് എബ്രായ ഭാഷയാണ്. അത് യഥാസ്ഥാനപ്പെട്ടു. എലിയാസാർ ബെൻ യഹൂദ എന്ന് പറയുന്ന ഒരാളാണ് അത് യഥാസ്ഥാനപ്പെടുത്തുവാൻ കാരണക്കാരനായി മാറിയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ദേശം യഥാസ്ഥാനപ്പെട്ടു, യഹൂദൻ യഥാസ്ഥാനപ്പെട്ടു, അവന്റെ ഭാഷ യഥാസ്ഥാനപ്പെട്ടു. ദൈവം പറഞ്ഞു, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കും. ഇസ്രയേലിൽ ഞാൻ അവരുടെ ഫാമിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളൊക്കെ ഇന്ന് അവരുടേതാണ്. 10280 കിലോഗ്രാം പാല് ഒരു പശു ഒരു വർഷം ഉൽപ്പാദിപ്പിക്കും. ലോകത്തിൽ ഒരു രാജ്യത്തും പശുക്കൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നില്ലേ? അവരുടെ മൃഗങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി. ആ ദേശത്ത് വൃക്ഷങ്ങളില്ലായിരുന്നു. വനങ്ങളൊക്കെ അവർ വെച്ച് നട്ടുപിടിപ്പിച്ചു. വൃക്ഷങ്ങൾ യഥാസ്ഥാനപ്പെട്ടു. അവരുടെ ദേശം എല്ലാം യഥാസ്ഥാനപ്പെടുകയാണ്. മശിയ മടങ്ങി വരുന്നതിന് മുമ്പ് എസെക്കിയേൽ 33 തൊട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന പോലെ യഥാസ്ഥാനത്തിന്റെ കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞ പോലെ എല്ലാം യഥാസ്ഥാനത്താകുന്ന കാലം വരുമ്പോഴും സ്വർഗം അവനെ കൈക്കൊള്ളണം. യഥാസ്ഥാനം കഴിയുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് അവനെ അയക്കും. ഞാനും നിങ്ങളും ഏത് സമയത്തും അവനെ അയക്കാവുന്ന ഒരു സമയത്ത് ജീവിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സമയം കഴിഞ്ഞു കിടക്കുകയാണ്. ദൈവജനത്തെ സംബന്ധിച്ച് യേശുക്രിസ്തു മടങ്ങി വരാൻ സമയം കഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കർത്താവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? മത്തായിയുടെ സുവിശേഷം 24 കർത്താവിനോട് ചോദിച്ചത് ഒരടയാളമാണ്. വാട്ട് ഈസ് ദ സൈൻ ഓഫ് യുവർ കമ്മിങ്? യേശുക്രിസ്തു ഒരടയാളമേ പറഞ്ഞുള്ളൂ. അത്തിവൃക്ഷം വീണ്ടും തളിർക്കും. അത്തി യഹൂദന്റെ അടയാളമാണ്. യോവേൽ 1:6-7 വാക്യം യഹൂദന്റെ അടയാളമാണ് അത്തിവൃക്ഷം. നിങ്ങളുടെ പിതാക്കന്മാരെ അത്തിവൃക്ഷത്തിന്റെ ആദ്യത്തെ കനിയെന്ന പോലെ ഞാൻ കണ്ടു. ആ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം വീണ്ടും തളിർത്തു. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുക്രിസ്തു പറഞ്ഞ അടയാളം നമ്മൾ കാണുന്നു. തിരുവചനത്തിലൂടെ അപഗ്രഥിക്കുമ്പോൾ ദൈവസഭയുടെ പണി നടന്നപ്പോൾ അവരെ തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു. നമ്മള് റോമലേഖനം 11-ാം അധ്യായം എന്നെടുത്താട്ടെ ഒരു വാക്യം ഞാൻ പറഞ്ഞിട്ട് ആ വാക്യം വായിക്കാം. റോമലേഖനം 9, 10, 11 3 അധ്യായങ്ങൾ യഹൂദനെ കുറിച്ച് പറയുകയാണ്. ദൈവം എന്തിനാണ് യഹൂദനെ തള്ളിക്കളഞ്ഞത്? റോമർ 9, 10, 11 3 അധ്യായങ്ങൾ യഹൂദനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുകയാണ്. അവിടെ 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം എന്ന് നോക്കിയാട്ടെ. 11:15 അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താവും? എന്നെ പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ദൈവത്തിന്റെ പുത്രനെ ഭൂമിയിൽ വന്ന് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ പോകരുത്, ഇസ്രായേലിന്റെ കാണാതെ പോയ അവിടെ നിങ്ങൾ അടുക്കലേ പോകാവൂ. ഞാൻ വേണേ വാക്യം കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നോക്കിയാട്ടെ. ശിഷ്യന്മാരാരും ജാതികളുടെ അടുക്കൽ പോയില്ലേ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5-6 വാക്യം.
മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ജാതിയുടെ അടുക്കൽ പോകരുത്. കർത്താവ് യഹൂദന്റെ അടുക്കലാണ് അവരെ അയച്ചത്. എന്നാൽ പൗലോസൊക്കെ രേഖപ്പെടുത്തി, ആദ്യം ദൈവജനം നിങ്ങളോട് പറയണമായിരുന്നു, നിങ്ങളതിനെ തള്ളി നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. റോമർ 11:15 അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കാരണമായി. എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? മരിച്ചവർ ഉയർക്കുന്നത് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിലാണ്. പൗലോസ് രേഖപ്പെടുത്തുകയാണ്, യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആ മധ്യാകാശ വരവിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. മരിച്ചവരുടെ ഉയർപ്പിനാണ്. ഞാൻ അധികം ഇനി അവിടെ നിന്ന് എടുക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ ഈ 5 അധ്യായത്തിലെ പ്രധാന വിഷയം എന്താണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. എസെക്കിയേൽ പ്രവചനം 35 2-ാം വാക്യം നോക്കിയേ. അവിടെ 2-ാം വാക്യം 12-ാം വാക്യം. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. സയീർ പർവ്വതത്തിന്റെ ആവശ്യം ഇസ്രായേൽ പർവ്വതമാണ്. 36-ാം അധ്യായം ഇസ്രായേൽ പർവ്വതങ്ങളോട് നീ പ്രവചിച്ചു പറയണം. 36-ാം അധ്യായം മുഴുവൻ ഇസ്രായേൽ പർവ്വതമാണ് വിഷയം. 37-ാം അധ്യായം യഹൂദനോട് പറയുന്നു, അതിന്റെ 22-ാം വാക്യം, ഞാൻ നിങ്ങളെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ കൊണ്ടുവരും. 38-ാം അധ്യായം ഒരു വലിയ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? ഇസ്രായേൽ പർവ്വതങ്ങളിൽ. നോക്കുക, 38:8 ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരും. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. 39-ാം വാക്യം 2-ാം വാക്യം, നീ ഇസ്രായേൽ പർവ്വതത്തിൽ വീഴും. ഇസ്രായേൽ പർവ്വതം 5 അധ്യായത്തിലെ വിഷയം അതാണ്. നാളെ രാത്രിയിൽ ഞാൻ തെളിയിച്ചു തരാം എന്താണ് ഇസ്രായേൽ പർവ്വതം. ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, ഇന്നത്തെ വെസ്റ്റ് ബാങ്കാണ് ഇസ്രായേൽ പർവ്വതം. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നമാണ് ഇസ്രായേൽ പർവ്വതം. മഹായുദ്ധം അതിനോട് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് മുന്തി നിൽക്കുന്ന പ്രശ്നം അതാണ്. എന്തിനാണ് ഇറാനുമായിട്ട് യുദ്ധം നടക്കുന്നത്? ഇറാൻ എന്തിനാണ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ചുറ്റുമുള്ള തീവ്രവാദികൾ എന്താണ് ശ്രമിക്കുന്നത്? ഇസ്രായേലിനെ തുടച്ചു കളയണം. അവർക്ക് എന്താ വേണ്ടിയത്? അവർക്ക് വേണ്ടിയത് വെസ്റ്റ് ബാങ്ക് ആണ്. നമ്മൾ ഓർത്തതുപോലെ ഇസ്രായേൽ പർവ്വതമാണ്. ഞാൻ വചനത്തിൽ തെളിയിച്ചു തരാം. ഈ ഇസ്രായേൽ പർവ്വതം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് ആണ്. നാളെ രാത്രിയിൽ ആ ഭാഗം എടുക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മശിഹ വരുന്നതിന് മുമ്പ് അതിനോടുള്ള ബന്ധത്തിൽ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിന് മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഉൽപ്രാവണത്താൽ നമ്മെ ഇവിടെ നിന്ന് മാറ്റും. അതിന്റെ ശേഷം മാത്രമേ ഈ പറയുന്ന യുദ്ധം നടക്കുകയുള്ളൂ. ആ യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇന്നത്തെ ഇറാനായിരിക്കും. ഞാൻ നാളെ രാത്രിയിൽ അത് കാണിച്ചു തരാം. നമ്മള് അവസാനത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. അവസാനത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. എത്ര ദിവസം നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. ഏത് സമയം വേണമെങ്കിലും യേശുക്രിസ്തു മടങ്ങി വന്ന് സഭയെ കൊണ്ടുപോകാം. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു, നാളുകൾ സമീപിക്കുന്ന നിങ്ങൾ കാണുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങൾ കൈവിടപ്പെടും. കർത്താവ് വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കാണ്. അവരെ രക്ഷിപ്പാനാണ്. പാപം കൂടാതെ അവൻ രണ്ടാമത് മടങ്ങി വരുന്നത് അവരെ രക്ഷിപ്പാനാണ്. ലോകത്തിൽ ഒരു മഹായുദ്ധം, ഒരു ന്യൂക്ലിയർ യുദ്ധം, മൂന്നാലോമ യുദ്ധം നടക്കും. അത് ഭയാനകവും ഭീകരവുമായിരിക്കും. അവിടെ നിന്ന് തന്റെ ജനത്തെ കർത്താവ് വിടുവിച്ച് സൂക്ഷിക്കും.
എന്നാൽ നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കൈവിട്ട് ആ ദിവസങ്ങളിലായി പോകും. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അവിടെ കിടക്കും. തിരുവചനത്തിൽ വായിക്കുന്നു, മനുഷ്യൻ മരിക്കാൻ കൊതിക്കും, മരണം അവരെ വിട്ടുപോകും, ഭയാനകമായ വിപത്തുകളൊന്ന് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഒരിക്കൽ കൂടെ ദൈവം നിങ്ങൾക്ക് സുവിശേഷം കേൾപ്പാൻ അവസരം തരികയാണ്. എൻ്റെ മനസ്സ് റോമാലേഖനത്തിലേക്ക് പോകുന്നു. ഞാൻ ആ റോമാലേഖനത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് എൻ്റെ പ്രസംഗം നിർത്തിക്കൊള്ളാം. അപ്പോൾ എൻ്റെ സമയം തീരും. റോമാലേഖനം അവിടെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം എടുക്കുമ്പോൾ 10-ാം വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. വീണ്ടും നമ്മൾ 23-ാം വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സില്ലാത്തവരായി. നീതിമാൻ എന്ന് പറയുവാൻ ഒരു വ്യക്തി പോലും ഭൂമിയിലില്ല. ഞാൻ അതിന്റെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ വായിക്കുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്തു. പാപം ചെയ്യാത്ത ഏത് മനുഷ്യനാണുള്ളത്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് നിത്യമരണമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിത്യാഗ്നിയാണ്. ഒരിക്കലും വിടുതലില്ല. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവിനെന്ന് പറയുമ്പോൾ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് പോകും. ഒരിക്കലും മടങ്ങി വരില്ല. ദൈവത്തിന്റെ കൺമുമ്പിൽ, വിശുദ്ധനായ ദൈവത്തിന്റെ കൺമുമ്പിൽ പാപം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ള ദൈവം, അവന്റെ മുന്നിൽ ഒരുത്തനും നീതിമാനില്ല. എല്ലാവരും പാപം ചെയ്തു. വിശുദ്ധനെന്നോ പുണ്യവാളനെന്നോ പറയുന്ന ഒരുത്തനുമില്ലേ, ദൈവം പറയുന്നു. എന്നാൽ ഇവിടെ ഒരു സദ്വർത്തമാനമുണ്ട്. 21-ാം വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. അവിടെ 21-ാം വാക്യം ആരംഭിക്കുന്നു. ഇപ്പോഴോ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ബട്ട് നൗ. മനുഷ്യനെല്ലാം ഒരടഞ്ഞ അധ്യായമാണ്. എല്ലാവരും പാപികളാണ്. നീതിമാൻ ആരുമില്ലേ, ഒരുത്തൻ പോലുമില്ല. രക്ഷപ്പെടാൻ ഒരുത്തനും സാധ്യമല്ലേ. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന ലോകത്തിൽ ബട്ട് നൗ, ഇപ്പോൾ ഒരു പ്രവൃത്തിയും വേണ്ട. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി വേണ്ട. ഒരു നന്മയും ചെയ്യണ്ട. അതാണ് സുവിശേഷം. ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പിന്നെന്താണ് ഇവിടെ വായിക്കുന്നത്? കണ്ടോ, 21-ാം വാക്യത്തില്, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ഒരു പ്രവൃത്തിയുമില്ലാതെ സൗജന്യമായി യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചാൽ ദൈവം നമ്മളെ നീതീകരിക്കും. കാൽവറി ക്രൂശിൽ ക്രിസ്തു മരിക്കുന്നത് നമ്മളെ നീതിമാന്മാരാക്കുവാൻ. ഒരുത്തനും രക്ഷയില്ലേ, ഒരുത്തനും നീതിമാനില്ലേ. നീതിമാൻ ആരുമില്ലേ. എല്ലാവരും പാപം ചെയ്ത് കിടക്കുമ്പോൾ അടഞ്ഞൊരധ്യായത്തിന്റെ മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്തു. തന്റെ പുത്രനെ ക്രൂശിൽ പരസ്യമായി യാഗമാക്കി തീർത്ത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയില്ലാതെ, ഒരു പ്രവൃത്തിയുമില്ലാതെ, ഒരു ചില്ലിക്കാശ് കൊടുക്കാതെ, ഒരു പുണ്യസ്ഥലത്ത് പോകാതെ, ഒന്നും നിങ്ങൾ ചെയ്യാതെ, തിരുവചനത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയില്ലാതെ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ, എന്റെ കർത്താവേ, നീ എന്റെ പാപത്തിനാണ് മരിച്ചത്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നീ ശിക്ഷ അനുഭവിച്ചത്. ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. ഞാനൊരു പാപിയാണ്. എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ദൈവം എന്റെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനെ നൽകി. അവനിൽ വിശ്വസിക്കുന്നവർക്ക് തിരുവചനത്തിൽ വായിച്ചതുപോലെ
ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഉള്ള ദൈവനീതി. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഏത് സമയത്തും കർത്താവ് വന്ന് തൻ്റെ ജനത്തെ ചേർക്കാം. നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതെ ഇന്ന് രാത്രിയിൽ ഈ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുക. കർത്താവെ, 2000 വർഷം മുമ്പ് നീ ക്രൂശിൽ മരിച്ചത് എന്നെ നീതിമാനാക്കാനാണ്. ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. നിങ്ങളങ്ങനെ വിശ്വാസം അർപ്പിച്ചാൽ, തിരുവചനത്തിൽ വായിക്കുന്ന റോമാലേഖനത്തിൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളത് ഏറ്റുപറയും. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ അത് ഏറ്റുപറയും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഏറ്റുപറയും. ഈ രാത്രിയിൽ ഈ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ഒരു ദൈവവൈതലായി, സമാധാനമുള്ളവരായി, നിത്യരക്ഷയുള്ളവരായി നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക. രക്ഷിക്കപ്പെട്ട ദൈവജനം, വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, എപ്പം വേണേലും കർത്താവ് വരാം. എപ്പം വേണേലും വരാം. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു എക്സ്റ്റൻഡഡ് ടൈമിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഉണർന്ന് ജീവിക്കാം, വിശുദ്ധിയെ തേക്കാം, കൂടുതൽ പ്രാർത്ഥിക്കാം, അവനോട് അടുത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.